വീണ്ടും ഒരു ദുരിതകാലം നേരിടുകയാണ്. 2018 മുതൽ എല്ലാ കാലത്തും മലയാളിക്ക് സമാധാനമില്ലായ്മയാണ്. കടും കളറുള്ള മുന്നറിയിപ്പ് ഇല്ലാത്തതിനാൽ പെട്ടെന്നായിരുന്നു പലർക്കു മുന്നിലും വെള്ളം ഇരച്ചെത്തിയത്. എന്തായാലും ഒരു ന്യായീകരണ തൊഴിലാളിയെ എങ്ങനെ പൊളിച്ചെടുക്കാമെന്ന് മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമേ ഇവർ പറഞ്ഞു കഴിഞ്ഞു. പരാജയത്തിന്റെ ആദ്യ സെന്റൻസ് കടും നിറമുള്ള ആ ഒരു അപായ സൂചന കൊടുക്കാത്തതിനാൽ ഈ പാവങ്ങളുടെ മുമ്പിലേക്ക് വലിയ മണ്ണും കല്ലും മഴയും ഇരച്ചെത്തുകയായിരുന്നുവെന്ന്. അപ്പോൾ സ്മൃതി പരുത്തിക്കാടിന് തുടക്കത്തിൽ മനസ്സിലായിരിക്കുന്നു കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊന്നും ജനങ്ങൾക്ക് നൽകിയിട്ടില്ല, എവിടെയോ ഒരു പാകപ്പിഴവ് സംഭവിച്ചിരിക്കുന്നുവെന്ന്. ശരി, ആയിക്കോട്ടെ. ഇനി അങ്ങോട്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ന്യായീകരണത്തിന് ചില കോലാഹലങ്ങളാണ്. അത് പൊളിക്കാനായിട്ട് തൊട്ടപ്പുറത്ത് നമ്മുടെ അരുൺകുമാറിനപ്പോൾ ആളുകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. എന്തായാലും ഒരു സംഗതി നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം കേട്ടോ. ഇതിൽ മുഴുവൻ ന്യായീകരണവും അതിന്റെ പൊളിയലുകളാണ്. ഭയങ്കര രസകരമാണ്, ഒന്ന് കണ്ടുപോകൂ. കേരളത്തിലെ മുഖ്യമന്ത്രി എന്ത് മെസ്സേജാണ് കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം 2018 പ്രളയ സമയത്ത് അദ്ദേഹം പറവൂർ MLA ആണല്ലോ. അദ്ദേഹം നിയമസഭയിൽ പ്രസംഗിച്ച ഒരു പ്രസംഗം ഞാൻ കേൾപ്പിച്ചുതരാം. എല്ലാ ഡാമുകളും ഒരുമിച്ച് തുറന്നിട്ട് മഹാപ്രളയം സൃഷ്ടിച്ചതിന്റെ ഉത്തരവാദികൾ ആരാണ്? രാഷ്ട്രീയമായ ആരോപണം ഉന്നയിച്ച് ഈ ചർച്ചയുടെ ഗൗരവത്തെ ചോർത്തിക്കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കെടുകാര്യസ്ഥതയുടെ, ആസൂത്രണമില്ലായ്മയുടെ, കുറ്റകരമായ അനാസ്ഥയുടെ ബാക്കിപത്രമാണ് ഈ മഹാദുരന്തം എന്ന് ചരിത്രം വിധിയെഴുതാൻ പോവുകയാണ്. സർ, ഡാം മാനേജ്മെന്റിന്റെ ABCD അറിയാൻ പാടില്ലാത്ത ആളുകളെ നമ്മൾ കേട്ടില്ലേ? ഇത് 2018 പ്രളയമുണ്ടായ സമയത്ത് ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്ന് നിയമസഭയിൽ നടത്തിയ ഒരു ഗംഭീര പ്രസംഗമാണ്. ആ പ്രസംഗത്തെ കോട്ട് ചെയ്തിട്ടാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ഇദ്ദേഹം സംസാരിക്കുന്നത്. ഡാം തുറന്നുവിടാൻ KCBന്റെ ABCD അറിയാത്ത അന്നത്തെ മന്ത്രി എമ്മണിയാണ് കേട്ടോ. എമ്മണി ആ ഡാം മാനേജ്മെന്റിന്റെ കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. ആ ഡാം മാനേജ്മെന്റ് ഇന്നലെ രാത്രി ചെയ്തെന്താ അറിയും? മിനിഞ്ഞാന്ന് രാത്രി 8 മണിക്ക് ഇത്ര വലിയൊരു സാഹചര്യം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് രാത്രി 1 മണിക്ക് അങ്ങ് തുറന്നു വിട്ടു. കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടില്ലല്ലോ. കേരളത്തിലെ KCB മന്ത്രി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടില്ലല്ലോ. കേരളത്തിലെ ജനങ്ങളുടെ വീട്ടിലേക്ക് വെള്ളം വരാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു മൈക്ക് അനൗൺസ്മെന്റ് വന്നില്ലല്ലോ. ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നിട്ടില്ല. അത് തുടക്കത്തിൽ തന്നെ സ്മൃതി പരുത്തിക്കാടും പറഞ്ഞു കഴിഞ്ഞു. ഒരു പ്രത്യേക വെളിച്ചമോ നിർദ്ദേശങ്ങളോ നൽകിയിട്ടില്ലായിരുന്നു എന്ന്. ഇതിനെക്കുറിച്ചിട്ടൊന്നും നമ്മുടെ നാട്ടിൽ ആരും വേവലാതിപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായിരിക്കുന്നത്. കഴിഞ്ഞിട്ടില്ലെന്നേ, ഇനി അങ്ങോട്ട് അടുത്തത് നിങ്ങൾ കേൾക്കുക തന്നെ വേണമെന്നുള്ളതാണ്. ഇതൊന്ന് കേട്ടോക്കൂ. രാവിലെ ഒരു പ്രായമായ സ്ത്രീ ക്യാമ്പിൽ വെച്ച് പറയുകയാണ്, എന്താണ്, പിണറായി വിജയനായിരുന്നെങ്കിൽ ഇങ്ങനെ കുഴപ്പമുണ്ടാവുന്നില്ല, ക്യാമ്പ് ഭയങ്കര മോശം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബൈറ്റ് വരുന്നു. വൈകുന്നേരം ആയപ്പോൾ അവർ പറയുന്നു, അവിടെ ഒരു പാർട്ടി സഖാവ്, അവിടുത്തെ ഒരു പ്രാദേശിക നേതാവ് പറഞ്ഞനുസരിച്ചാണ് ഞാൻ ഇങ്ങനെ ഈ വാചകങ്ങളൊക്കെ പറഞ്ഞെന്ന് പറയുന്നു. അപ്പോൾ ഈ രീതിയിൽ രാഷ്ട്രീയമായി ഈ തരത്തിൽ വൃത്തികെട്ട രീതിയിലുള്ള കളികൾ കളിക്കേണ്ട സമയമില്ലത്. കഴിഞ്ഞ പിണറായി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പറഞ്ഞതുപോലെ എല്ലാവരും ഒരുമിച്ചിറങ്ങിയല്ലേ എന്ന് പറയുമ്പോൾ ആ ഒരുമിച്ചിറങ്ങേണ്ട സമയമാണ്. കേട്ടോ, കഴിഞ്ഞ തവണത്തെ നമ്മുടെ മുഖ്യമന്ത്രി പറയുന്ന പോലെ എല്ലാവരും ഒന്നിച്ചിറങ്ങുകയല്ലേ, ഇതല്ലേ നമുക്ക് വേണ്ടെന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഇവിടെ അരുൺകുമാർ അടക്കമുള്ള ആളുകൾ പറയുന്നത് ശരിയാണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിറങ്ങുക തന്നെ വേണം. പക്ഷെ ഒരു വലിയ പ്രശ്നം ഉണ്ടെന്നേ, അങ്ങനെ പറയാൻ, നമുക്ക് ഒന്നിച്ചിറങ്ങല്ലേ എന്ന് പറയാൻ നമുക്കൊരു മുഖ്യമന്ത്രി ഇല്ല. അങ്ങനെ പറയാനൊരു മുഖ്യമന്ത്രി ഇല്ല. അങ്ങനെ പറയേണ്ട സമയത്ത് ബിരിയാണി കഴിക്കാനും ഉദ്ഘാടനത്തിന് പോകുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ എന്ത് ചെയ്യും? ശരി, എങ്ങനെയുണ്ട്? ആരെയാണ് സ്മൃതി പരുത്തിക്കാട് നിങ്ങൾക്ക് ഈ കാരണവരുടെ വേഷമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപമാനിക്കുന്നത്? നമ്മുടെ കഴിഞ്ഞ തവണത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിനെയാണ് ഒരു കാരണവരെ പറ്റൂ എന്ന് പറയുന്നത്. ശരിയാണ്, നമുക്കൊരു കാരണവരുണ്ടായിരുന്നതേ. ആ കാരണവരുടെ പേര് സഖാവ് പിണറായി വിജയൻ എന്നാണ്. നമ്മുടെ മലയാള സിനിമയിലെ കാരണവർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മമ്മൂട്ടി എടുത്തു വെക്കില്ലേ അല്ലേ? മലയാള സിനിമയിലെ തലതൊട്ടപ്പൻ കാരണവർ. അപ്പോൾ നമുക്ക് മമ്മൂട്ടിയാണ് നമ്മളൊക്കെ മുമ്പിലേക്ക് ഇപ്പൊ പലരും കൊണ്ടുവത്തിക്കുന്നത്. വേറെ
മനുഷ്യന്മാരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് മധുസാറൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും അതേപോലെ രാഷ്ട്രീയത്തിലൊരു കാരണവർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മുമ്പോട്ട് വെക്കുന്നത് സഖാവ് പിണറായി വിജയനെ തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷെ അത് സ്മൃതി പരുത്തിക്കാടിന് ആ കാരണവർ എന്നുള്ള വാക്കുണ്ടല്ലോ, അതെന്തോ ഒരു പരിഹാസ വാക്കാണ്. പക്ഷെ എനിക്കോ നിങ്ങൾക്കോ അങ്ങനെയല്ല എന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. എന്തായാലും കാരണവരുണ്ടല്ലോ, കേക്ക്. ജ്വല്ലറി അനാവശ്യം അതിന് എത്ര പറയേണ്ട കാര്യമില്ല. എനിക്ക് മോശമായി തോന്നിയ കാര്യം ഞാൻ മോശമായി തന്നെ പറയും. പക്ഷേ ഞാൻ പറയുന്ന നോക്കൂ, മുഖ്യമന്ത്രിമാർ എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളത് കഴിഞ്ഞ സർക്കാരിന്റെ അതിന്റെ അതേ രീതിയിൽ വേണമെന്ന് പറയുന്നത് സൃഷ്ടിക്കുന്നത് മഹാമോശമാണ്. രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്നത് മോശമാണ്. അതാണ് ഏറ്റവും വലിയ രസം. ഒരു മുഖ്യമന്ത്രി എങ്ങനെ ആയിരിക്കണമെന്ന് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ വേണമെന്ന് പറയുന്നത് അത് വളരെ മോശമെന്ന് പറയുന്നേ. കഴിഞ്ഞ തവണത്തെ പോലെ വേണമെന്ന് പറയുന്നത് പിണറായി വിജയനെ പോലെ ആവണമെന്നല്ല. അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നൊരു മാർഗമുണ്ട്. ആ മാർഗം വിജയിച്ച മാർഗമാണ്. ആ മാർഗം പ്രയോഗിക്കാൻ ഒരു മുഖ്യമന്ത്രി നമുക്ക് വേണമെന്നുള്ളതാണ്. എന്തിനാണ് ഒരു മുഖ്യമന്ത്രിയൊക്കെ നമുക്ക് നമ്മളുടെ കാലിടറുമ്പോൾ എടോ ഇങ്ങോട്ട് വാടോ, കൈ പിടിക്കടോ, നമുക്ക് മുന്നോട്ട് പോവാടോ എന്ന് പറയാനാണ് നമുക്കൊരു മുഖ്യമന്ത്രി വേണ്ടത്. അതല്ലാതെ നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ ഇനിയൊന്നും ചെയ്യാനില്ല, എന്തായാലും വീണില്ലേ ഇങ്ങോട്ട് മുങ്ങിക്കോളി എന്ന് പറയുന്ന ഒരാളല്ല നമുക്ക് വേണ്ടത്. നമ്മളെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ്, ഒരു പ്രതീക്ഷയുടെ ഒരു വെളിച്ചം, ആ വെളിച്ചം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വഷളത്തരമായിട്ടാണ് എനിക്ക് പിണറായി വിജയൻ എന്തായാലും ഈ പറഞ്ഞ വർത്തമാനത്തിനൊന്നും നിന്നിട്ടില്ലാണ് ഞാൻ ഇതുവരെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ മനസ്സിലാക്കിയത്. അദ്ദേഹം ഒരുമിച്ച് ഇറങ്ങാൻ പറയുന്നുണ്ട്, എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഞാൻ. പിണറായി വിജയന് താഴെയുള്ള മറ്റു നേതാക്കളാണ് ഈ തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഔചിത്യക്കുറവും അനൗചിത്യക്കുറവും ഹെലികോപ്റ്റർ ഉപയോഗത്തിൽ ആണ് എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയെങ്കിൽ അതിനെ കഴിഞ്ഞ സർക്കാരിന്റെ സമയത്തും ആ ഹെലികോപ്റ്റർ ഉപയോഗത്തെ വിമർശിക്കണമായിരുന്നു. അങ്ങനെ ഒരു വിമർശനം ഞാൻ കേട്ടിട്ടില്ല. അതിനിടയ്ക്ക് ചോദ്യം കേട്ടോ, മുഖ്യമന്ത്രി മരണത്തിന്റെ കണക്കെങ്കിലും ഒന്ന് പറയൂ എന്നുള്ളതാണ്. മരണത്തിന്റെ കണക്കെങ്കിലും പറയൂ. സുഹൃത്തുക്കളെ, എത്ര പേര് കൃത്യമായിട്ട് മരിച്ചു എന്ന് പറയുന്നൊരു കണക്ക് അതുപോലും ഇല്ല എന്നാണ് ഈ റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ തവണയാണെങ്കിൽ വൈകുന്നേരം വന്നിരുന്നിട്ട് നമ്മുടെ സഖാവ് പിണറായി വിജയൻ കൃത്യമായിട്ട് ബ്രീഫ് നടത്തുമായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ച് ഇന്നതൊക്കെ ചെയ്തു, എന്തൊരു വ്യക്തമായിരുന്നു കാര്യങ്ങൾക്കെല്ലാം. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, എന്റെ ഈ ഒരു സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വല്ല വ്യക്തതയുണ്ടോ? എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ പാലായിലൊക്കെ അവിടുത്തെ ശരിയായ അവസ്ഥ എന്താണ്? അവിടെ എത്ര വീടുകൾ നശിച്ചു? എത്ര ആളുകളാണ് ക്യാമ്പിലുള്ളത്? ആ ക്യാമ്പിലുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് ഭക്ഷണം കിട്ടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആരാണ് കൊടുക്കുന്നത്? അവിടെ മെഡിക്കൽ സംഘം എത്തിയിട്ടുണ്ടോ? എങ്കിൽ അത് അവരെവിടെയാണ് ക്യാമ്പ് ചെയ്യുന്നത്? ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു വിവരം കിട്ടുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതെന്തിന്റെ പരാജയമാണ്? നമ്മുടെ സിസ്റ്റത്തിന്റെ പരാജയമാണ്. ആ സിസ്റ്റം നോക്കി നടത്തുന്ന ആളുകളുടെ പരാജയമാണ് എന്നല്ലാതെ വേറെ എന്താ പറയേണ്ടത്? എന്തായാലും അരുൺകുമാറിന്റെ ചോദ്യം, 30-ാം തീയതിയിലുള്ള പ്രോഗ്രാം ഷെഡ്യൂൾ നമ്മുടെ കയ്യിലുണ്ട്. 1-ാം തീയതിയിലുള്ള പ്രോഗ്രാം ഷെഡ്യൂൾ നമ്മുടെ കയ്യിലുണ്ട്. 2-ാം തീയതിയിലുള്ള പ്രോഗ്രാം ഷെഡ്യൂളുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ. 31-ാം തീയതിയിലുള്ള പ്രോഗ്രാം ഷെഡ്യൂൾ ഇല്ലാതെ ഏത് സ്വകാര്യ ചടങ്ങിലാണ് മുഖ്യമന്ത്രി പങ്കെടുത്തിട്ടുള്ളത്? അതാണ് എന്താണ് എന്ന് ആലോചിച്ച് നോക്കി. ഒരു ദുരന്തം വരുമ്പോൾ അടുത്ത പ്രോഗ്രാം ഷെഡ്യൂൾ എന്തായിരിക്കണം? ദുരന്ത സ്ഥലം സന്ദർശിക്കുക. വല്ലാത്തൊരവസ്ഥ അല്ലേ? ഇതിന്റെ രണ്ടാം ഭാഗം വേണ്ടേ? വരുന്നുണ്ട് കേട്ടോ. പ്ലീസ് വെയിറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.